ഇവിടെ വി എസിനെ എങ്ങനെ നോക്കി? സഖാവ്, ഞാനിപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ 93-96 കാലഘട്ടത്തിൽ പഠിച്ച ഒരു സഖാവിനെ അപ്പത്തൊട്ട് എന്തൊരു കാര്യത്തിൽ സഖാവ് ഞങ്ങളോടൊപ്പം ഉണ്ടായി. വിഷമമുണ്ട്. സഖാവിനെ ഒരു നോക്ക് കാണണം. ഇത് മകനാണ്. പറഞ്ഞിട്ടുണ്ടാവും. അവനും പറഞ്ഞു സഖാവിനെ കാണണോ. അതെ, SFIയിലൊന്നുമില്ല, പക്ഷേ SM കോളേജ് ചെമ്പഴന്നില്ല പഠിക്കുന്നത്. അറിയാം, വി എസിനെ അറിയാം. ആരാധകനാണ്, കമ്മ്യൂണിസ്റ്റ് അല്ല, പക്ഷെ ആരാധകൻ. അച്ഛൻ പറഞ്ഞു തന്ന കഥകളിൽ നിന്നാണോ വി എസിനോടൊരു ഇഷ്ടം തോന്നിയത്? ആണ്. അതെ. അവസാനമായി കാണാനായിട്ട് അവസാനമായിട്ട് സഖാവൻ ലാൽ സലാം. സഖാവിന് ആ സമരവീര്യത്തിന് ലാൽ സലാം പറഞ്ഞുകൊണ്ടാണ് ആളുകൾ മുന്നോട്ട് കിടക്കുന്നത്. വി എസിനെ എങ്ങനെ ഓർക്കുന്നു? ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? കേരള ജനതയിൽ ഒരാൾക്കെങ്കിലും മറക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും മറക്കാൻ പറ്റില്ല. കേരളം ഉള്ളിടത്തോളം കാലം വി എസും നമ്മുടെ കൂടെ തന്നെ കാണും. എങ്ങനെ ഓർക്കുന്നു വി എസിനെ? വി എസ് ഒരു സമര പോരാളിയായിട്ടല്ലേ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ വന്നത്. ഇനിയായാലും അദ്ദേഹം തീർച്ചയായും ഞങ്ങളുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കും, എന്നും ഒരു ആവേശമായി നിലനിൽക്കും. നല്ല വെയിലുണ്ട്, അപ്പോഴും ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ്. അതെ 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 കാത്തു നിന്ന് അല്ലേ? അതെ അതെ ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് രാവിലെ വന്നതാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, അവർക്കെല്ലാം സമരവീര്യമായ മാതൃകയായ മനുഷ്യനെ അവസാനമായി കാണാനായി അവർ പോവുകയാണ്. നീണ്ട വരി ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ദർബാർ ഹാളിലേക്ക് ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് വാൻഡ്രോസ് ജംഗ്ഷൻ വരെ ഈ തിരക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെ ഓർക്കുന്നു വി എസിനെ എങ്ങനെ ഓർക്കുന്നു? വി എസിനെ എങ്ങനെ ഓർക്കുന്നു? ഒരു നല്ലൊരു നേതാവെന്ന് തോന്നുന്നു. അവസാനമായി കാണാൻ പോവാണ്. അവസാനമായി കാണാൻ പോകും. എവിടുന്നാണ് വരുന്നത്? ഞാനിവിടെ അടുത്ത് തന്നെ, ശ്രീകാര്യത്തിന്. എങ്ങനെ ഇപ്പോൾ സൂര്യനല്ലേ, ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നത്. ഇഷ്ടമായിരുന്നു. പിന്നെ നല്ല വെയിലുണ്ട്, കുറച്ചധികം കാത്തു നിന്നു തോന്നുന്നു അല്ലേ വി എസിനെ കാണാനായി? വി എസിനെ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ജനിച്ചപ്പോൾ മുതലേ എൻ്റെ മനസ്സിലുള്ള ആളാണ്. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞു വീണ മുതലേ കേൾക്കുന്ന വാക്കാണ്, വി എസിന് ഒരിക്കലും മരണമില്ല. കറകളഞ്ഞ ഒരു ജനനായകനാണ്, നമ്മുടെ എല്ലാ മനസ്സിൽ എന്നും ജീവിക്കും. അതുതന്നെയാണ്, ജനിച്ചപ്പോൾ മുതൽ പറഞ്ഞു കേൾക്കുന്ന പേരാണ്. ആ പേരുകാരനെ കാണാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ഈ വെയിലത്തും ഇവരൊക്കെ കടന്നു പോവുകയാണ്, ഓരോരുത്തരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.